ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീരാധേശ്യാം. ഇന്ന് അതിമനോഹരമായ ഗർഗഭാഗവതത്തിലെ അക്രൂരരുടെ ഭഗവാനോടുള്ള ഭക്തിയെക്കുറിച്ചുള്ള വർണ്ണനയാണ്. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അക്രൂരരുടെ ഒരു മനസ്സ്, അദ്ദേഹം എങ്ങനെയാണ് നമ്മളോട് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്, അപ്രകാരമാണ് വർണ്ണിക്കുന്നത്. കംസൻ്റെ സഭയിൽ നിന്നും അക്രൂരർ മടങ്ങി. എന്നിട്ട് തേരിൽ കയറിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നന്ദഗോകുലത്തിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. അപ്പോൾ മഹാനായ അക്രൂരൻ പുരുഷോത്തമനായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ തേരിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്നു, പരമാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം തനിക്ക് സിദ്ധിക്കുവാൻ തക്കവണ്ണം ഭാരതഖണ്ഡത്തിൽ ദാനമോ യജ്ഞമോ തപസ്സോ തീർത്ഥാടനമോ അല്ലെങ്കിൽ ബ്രാഹ്മണ സേവയോ എന്ത് സുഹൃതമായിരിക്കാം ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം തൻ്റെ തേരിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു. അല്പസമയത്തിനുള്ളിൽ താൻ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയെ ശ്രീകൃഷ്ണ ദർശനം സാധിക്കുവാൻ പോകുന്നതാണല്ലോ. എന്ത് സുഹൃതങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കിങ്ങനെയൊരു കാഴ്ച ലഭിക്കുവാൻ. ഭഗവാനെ മാംസചക്ഷുസുകൾ കൊണ്ട് കാണുന്നവൻ്റെ ജന്മം സഫലമാകുന്നു. അത് ഇതാ എനിക്ക് സാധിച്ചിരിക്കുന്നു. ഞാൻ എന്നെന്നും കൃതാർത്ഥനായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. കംസഭയത്താൽ ഇതേവരെ തനിക്ക് ഗോകുലത്തിൽ വരാൻ സാധിച്ചില്ലല്ലോ. ഇപ്പോഴോ കംസൻ തന്നെ എന്നെ അതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ താൻ എത്ര കാലങ്ങളായി ആഗ്രഹിച്ചിരിക്കുന്നു. ഭഗവത് ദർശനത്തിന് വേണ്ടിയുള്ള എൻ്റെ നിരന്തരമായ പ്രാർത്ഥന ഭഗവാൻ ഇതാ അനുവദിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്ന കൃഷ്ണ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് ഗാന്ധിനീസുതനായ അക്രൂരൻ സന്ധ്യയായപ്പോഴത്തേക്കും ഗോകുലത്തിലെത്തി. യവം അങ്കുശം മുതലായ ചിഹ്നങ്ങൾ തെളിഞ്ഞു കിടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലടിപ്പാടുകൾ മണ്ണിൽ പതിഞ്ഞു കിടക്കുന്നത് ഇതാ അക്രൂരൻ കാണുന്നു. ഉടനെ തന്നെ അദ്ദേഹം തേരിൽ നിന്നും ചാടി ഇറങ്ങിയിട്ട് അദ്ദേഹം കാൽപ്പാടുകളിൽ കിടന്നുരുണ്ടു. ആനന്ദചിത്തനായി ചമഞ്ഞ അക്രൂരൻ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് രഥത്തിൽ നിന്നും ഇറങ്ങി അവിടെ കിടന്നുരുണ്ടു. പാദരേണുക്കൾ വാരിയെടുത്ത് മൂർധാവിൽ അണിഞ്ഞു അദ്ദേഹം. ശ്രീകൃഷ്ണ ഭഗവാനിൽ ദൃഢമായ ഭക്തിയുള്ള ഒരുവന് ഭഗവത് പാദരേണുക്കളേക്കാൾ വിലപ്പെട്ട ഒരു വസ്തു ലോകത്തിൽ വേറെ എന്തുണ്ട്? രഥത്തിൽ കയറി അക്രൂരൻ നന്ദഗോപൻ്റെ ഗൃഹത്തിലേക്ക് പോയി. ഗോചരണം കഴിഞ്ഞ് ബലരാമനുമൊത്തു വരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അകലെ നിന്നു തന്നെ കണ്ടു അക്രൂരർ. പുരാണ പുരുഷന്മാരുമായി ബ്രഹ്മാദികൾക്കും പരന്മാരായി ശ്യാമവും ഗൗരവുമായ വർണ്ണത്തോടു കൂടിയവരായി ഇന്ദ്രനീല പർവ്വതവും വജ്രപർവ്വതവും ഒന്നിച്ചു ചേർന്ന മാതിരി പത്മേക്ഷണന്മാരായ സുന്ദരന്മാരായ രാമകൃഷ്ണന്മാരെ വഴിയിൽ വെച്ച് കണ്ടു അക്രൂരർ. ഉദയസൂര്യൻ്റെ കാന്തി ചിന്തുന്ന വർഷശരത്കാലങ്ങളിലെ മേഘങ്ങളെ പോലെ ഇരിക്കുന്ന അവരെ കണ്ട ഉടൻ തന്നെ തേരിൽ നിന്നും ഇറങ്ങി വന്ന അദ്ദേഹം ഭക്തിപൂർവം അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ബാഷ്പാവിലനായി, അതായത് കണ്ണുനീർ നിറഞ്ഞുകൊണ്ട് രോമാഞ്ചമണിഞ്ഞുകൊണ്ട് ഭഗവാന്റെ കുഞ്ഞി പാദങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അക്രൂരർ അവിടെ തന്നെ കിടന്നു കുറേ നേരം. അങ്ങനെ തൻ്റെ ഭക്തനെ കണ്ട് ഹർഷാശ്രുക്കൾ ഭഗവാനും തൂകിക്കൊണ്ട് കരുണാമയനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അക്രൂരരെ എടുത്തുകൊണ്ട്, അതായത് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അദ്ദേഹത്തെ തൻ്റെ ശരീരത്തോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അതിഗാഠമായി ആലിംഗനം ചെയ്തുവെത്രേ. ഇപ്രകാരം ഭക്തനും ഭഗവാനും സമ്മേളിച്ചതിനു ശേഷം അക്രൂരനെ തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ ഗൃഹത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി ഭഗവാൻ. എന്നിട്ട് സ്നാനാദികളെല്ലാം ചെയ്ത ശേഷം പ്രേമപൂർവം അതീവ സ്നേഹത്തോടുകൂടി രസനിഷന്ധികളായ വിഭവങ്ങളടങ്ങിയ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ മാറോടണച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് നന്ദഗോപൻ പറയുന്നു, സ്വന്തം സഹോദരിയുടെ മക്കളെ നിർലജ്ജം നിർദ്ദയം കൊന്നൊടുക്കിയ കംസൻ്റെ രാജ്യത്ത് അങ്ങ് എങ്ങനെയാണ് ജീവിച്ചു പോരുന്നത്? നന്ദഗോപൻ അകത്തേക്ക് പോയപ്പോൾ
ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മാതാപിതാക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും ആ വിശേഷമെല്ലാം ചോദിച്ചു. കംസൻ്റെ തന്ത്രങ്ങളെപ്പറ്റി എല്ലാം ചോദിച്ചറിഞ്ഞു ഭഗവാൻ. അപ്പോൾ അക്രൂരൻ പറഞ്ഞു, 2 ദിവസം മുൻപ് ഭഗവാനെ കംസൻ വന്ന് ദേവകിയെ വധിക്കുവാൻ ഒരുങ്ങിയപ്പോൾ നാരദമുനിയാണ് കംസനെ തടഞ്ഞത്. അങ്ങനെ ഭയവിഹ്വലരായി തീർന്ന അനേകം യാദവന്മാർ സകുടുംബം തന്നെ ദേശാന്തരം പോയി കഴിഞ്ഞു. ദേവകീ വസുദേവന്മാരെയും പിതാവായ ഉഗ്രസേനനെയും കംസൻ തുറങ്കിലടച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണ, ഇപ്പോൾ യാദവന്മാരെ മുഴുവനും കൊല്ലാനുള്ള ശ്രമമാണ് കംസൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോപന്മാരും യാദവന്മാരും ദേവാംശഭൂതന്മാരാണെന്നാണ് കംസൻ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കംസൻ കാട്ടിക്കൂട്ടുക എന്നൊന്നും അറിയുന്നില്ല. അതിനാൽ സജ്ജനങ്ങളുടെ രക്ഷകനായ അവിടുന്ന് ഉടനെ പുറപ്പെട്ട് മധുരയിൽ വന്ന് യാദവന്മാരെ രക്ഷിക്കേണ്ടതാണ്. അക്രൂരവചനം കേട്ട ഭഗവാൻ നന്ദരാജൻ്റെ അനുമതിയോടുകൂടി ഗോകുലവാസികൾക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് നന്ദരാജനും ബലരാമനും ഞാനും നവനന്ദനന്മാർ, ഉപനന്ദനന്മാർ, ഷഡ്വൃഷഭാനുക്കൾ, ഗോപവൃദ്ധന്മാർ എന്നിവർ നാളെ കാലത്ത് മധുരാപുരിക്ക് പോകുന്നു എന്നുകൂടി ഭഗവാൻ ഇവിടെ പറഞ്ഞു. പാല്, തൈര്, വെണ്ണ, മോര് മുതലായ ആ ഗവ്യങ്ങൾ ഉപായനമായി എല്ലാവരും കൊണ്ടുവരണം. കാളവണ്ടികളിലും രഥങ്ങളിലുമായി നാം മധുരാപുരിയിലേക്ക് യാത്ര ചെയ്യുന്നു. ഇത് കേട്ട ഗോപന്മാർ എല്ലാവരും എല്ലാ ഗൃഹങ്ങളിലും ചെന്ന് കൊണ്ടുപോകുവാനുള്ള വസ്തുക്കൾ ശേഖരിച്ചു. ഭഗവാൻ പോകുന്നു എന്ന് ഗോപികമാർ അവസാനമാണ് അറിഞ്ഞത്. ആ വിരഹദുഃഖം ഭയന്ന് ഏറെ ദുഃഖിതകളായി തീർന്നു ഗോപികമാർ. അവർ പരസ്പരം പറഞ്ഞു തുടങ്ങി, ഇന്നലെ മധുരാപുരിയിൽ നിന്നും ഒരു ദൂതൻ വന്നിട്ടുണ്ടല്ലോ. അക്രൂരനാണത്രേ ആ ദൂതൻ്റെ പേര്. സത്യത്തിൽ അയാളൊരു മഹാക്രൂരൻ തന്നെയാണ്. കൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുപോകുന്നു ഈ അക്രൂരൻ എന്നു പറയുന്ന മനുഷ്യൻ. എന്തിനാണ് തങ്ങളുടെ കൃഷ്ണനെ മധുരയിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോകുന്നത്? ഞങ്ങൾ ആരും തന്നെ ഞങ്ങളുടെ കൃഷ്ണനെ തീർച്ചയായിട്ടും മധുരയിലേക്ക് വിടില്ല. അങ്ങനെ ഭഗവാന്റെ ആ യാത്രയെ പറ്റിയുള്ള വിവരം വൃഷഭാനുഗൃഹത്തിലും എത്തി. തൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണൻ മധുര യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് രാധ അറിഞ്ഞു. ആ ഒരു നിമിഷം തന്നെ രാധ മോഹാലസ്യപ്പെട്ടു വീണുവെത്രേ. രാധയുടെ തോഴിമാരുടെ മുഖമെല്ലാം സങ്കടത്തിലായി. ചിലരാവട്ടെ അവിടെ തലകറങ്ങിയിരിക്കുവാൻ തുടങ്ങി. അതേപോലെ വസ്ത്രങ്ങൾ മാറി വീഴുന്നതും അവരുടെ ആഭരണങ്ങളെല്ലാം ഊർന്നു വീഴുന്നതും മുടിയുടെ കെട്ടഴിയുന്നതും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ചിലരാവട്ടെ അങ്ങനെ ഒരു അബോധാവസ്ഥയിലായിപ്പോയി. ഞങ്ങളുടെ കൃഷ്ണൻ, ഞങ്ങളുടെ ഗോവിന്ദൻ, ഞങ്ങളുടെ മുരാരി ഞങ്ങളെ വിട്ടു പോവുകയാണോ എന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുവാൻ തുടങ്ങി. അങ്ങനെ ഈ ഗൃഹജോലികളെല്ലാം ത്യജിച്ച് ചിലർ യോഗികളെ പോലെയായി. എന്നാൽ സമർത്ഥരായ ചില ഗോപികകൾ എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി പറയുന്നു, നിർമോഹികളുടെ കാര്യം എന്തു പറയാനാണ്? വാക്കുകൊണ്ട് ഒന്ന് പറയും, എന്നാൽ ഹൃദയത്തിൽ മറ്റൊന്നൊളിച്ചു വയ്ക്കും. ദേവന്മാർക്കു കൂടി അവരെ അറിയുവാൻ പ്രയാസമാണ്. മനുഷ്യരായ നമ്മുടെ കാര്യം എന്താണ് പറയേണ്ടത്? രാസരംഗത്ത് വെച്ച് ചെയ്ത സത്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് മധുരാപുരിക്ക് പുറപ്പെട്ടു പോകുന്ന ഞങ്ങളുടെ പ്രാണവല്ലഭനെ എങ്ങനെയാണ് പിരിഞ്ഞിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എന്നായി ചില ഗോപികമാർ. ഒരു നിമിഷം പോലും വൃന്ദാവനവാസികൾക്ക്, പ്രത്യേകിച്ച് ഗോപികമാർക്ക്, ഭഗവാനെ പിരിയുന്ന കാര്യം ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല. പിന്നെ രാധാദേവിയുടെ കാര്യം പറയണമോ? തൻ്റെ പ്രാണവല്ലഭനായ ഭഗവാനെ എങ്ങനെയാണ് രാധ പിരിയുന്നത്? ഭഗവാന്റെ ആ മധുര പ്രയാണത്തെക്കുറിച്ചുള്ള കഥയുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ ശ്യാം.